അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോകാം. ഫ്ലൂട്ട് നമ്മളീ പറഞ്ഞ ലോക്കൽ ഫ്ലൂട്ടോ അല്ലാത്ത ഫ്ലൂട്ടോ ഏത് മേടിച്ചാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നൊരു 350 രൂപ കൊടുത്ത് നമ്മൾ ഫ്ലൂട്ട് വാങ്ങിച്ചിരുന്നു 6 എണ്ണം. അപ്പോൾ അത് ഏത് സ്കെയിലുള്ള ഫ്ലൂട്ടാണെന്ന് അറിയത്തില്ല, കാരണം അതിനകത്തൊന്നും അടയാളം ചെയ്തിട്ടില്ല. 6 ഫ്ലൂട്ടുണ്ട് അതിനകത്ത്, വലുതും ചെറുതുമായിട്ട് 6 ഫ്ലൂട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഫ്ലൂട്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതറിയാനും ഇനി ഫ്ലൂട്ടിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കണ്ട ഇതേപോലെ മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയിട്ട് ഫ്ലൂട്ട് ട്യൂണർ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കണ്ട് ഇതേപോലെ ലിസ്റ്റായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ. നമ്മളൊരു ഫ്ലൂട്ട് എടുത്തിട്ട് ഫ്ലൂട്ട് എടുക്കുക. ഇത് നമ്മുടെ നേരത്തെ വെച്ച PVC ഫ്ലൂട്ടാട്ടോ. നമ്മൾ 3 ഫിംഗർ അടയ്ക്കുക. 3 ഫിംഗർ എന്ന് പറയുമ്പോൾ 3 ഫിംഗർ ഹിന്ദുസ്ഥാനി സ്റ്റൈലാണ് പറയുന്നത്. നിങ്ങളുടെ ഈ കർണാട്ടിക് ഫ്ലൂട്ട് ആണെങ്കിൽ 2 ഫിംഗർ അടയ്ക്കണ്ടേ. ഓക്കെ, 3 ഫിംഗർ അടച്ചിട്ട് ഊതി നോക്കുക. ഇപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന ഏതാണോ അതാണ് ഈ ഫ്ലൂട്ട്. ഇപ്പോൾ ഈ നല്ല രീതിയിൽ കാണിച്ചത്. ഇപ്പോൾ ഇത് ഈയുടെ ഫ്ലൂട്ട്. ഇതേപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ഫ്ലൂട്ടാണ് ഇതൊക്കെ. ഇത് നമുക്ക് ഊതി നോക്കാം, ഏത് സ്കെയിലൊക്കെ കിട്ടുന്നത് നോക്കാം. ഇത് ഡിയുടെ ഫ്ലൂട്ടാണ്. ഇനി ഫ്ലൂട്ടിനകത്ത് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ലോക്കൽ ഫ്ലൂട്ടാണ് മേടിക്കുന്നതെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനൊരു വഴിയുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഹോള് മാത്രമല്ല, ഊതുന്ന ഹോള് മാത്രമല്ല, നമ്മൾ ഈ എല്ലാ ഫിഗറും അടച്ചു വെച്ചിട്ട് മുതൽ ഊതി നോക്കണം. അത് നമ്മൾ എഴുതി വെക്കേണ്ടി വരും. ഇപ്പോൾ C ആണെങ്കിൽ 3 ഫിംഗർ ഒഴിക്കുമ്പോൾ C ആണെങ്കിൽ C D E F ഫുൾ അടയ്ക്കുമ്പോൾ G എന്നുള്ള സൗണ്ട് കിട്ടണം. ഇനി ആ G എന്നുള്ള സൗണ്ട് കുറവാണെങ്കിൽ, ഇത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അത് കുറവാണെങ്കിൽ G എന്നുള്ള സൗണ്ട് കുറവാണെങ്കിൽ ഇവിടെ ട്യൂണിംഗ് ഹോൾ എന്ന് പറഞ്ഞ ഹോളുണ്ട്, അറിയായിരിക്കും. ഇതിൽ കൂടുതൽ നമുക്ക് നീളം കൂട്ടാൻ പറ്റത്തില്ല, പക്ഷേ ആ ട്യൂണിംഗ് ഹോളൊന്ന് ചെറുതായിട്ടൊന്ന് പേപ്പർ വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ ആ G എന്നുള്ള സൗണ്ട് കറക്റ്റാക്കി എടുക്കാൻ പറ്റും. കുറവാണെങ്കിൽ, അല്ല ചുമ്മാ വെച്ച് തിരിക്കിയിട്ട്, കുറവാണെങ്കിൽ നമുക്കത് കറക്റ്റാക്കാൻ പറ്റും. അതായത് ഇങ്ങോട്ട് വരുന്ന ഓരോ സ്വരങ്ങളും ഓരോ ഫിംഗർ ഉൾപ്പെടെ നോക്കുക, ആ സൗണ്ട് കറക്റ്റാകുന്നു. അതിൽ കുറവാണെങ്കിൽ എന്നുവെച്ചാൽ നിങ്ങളുടെ ഫ്രീക്വൻസി ചിലപ്പോൾ വ്യത്യാസമുണ്ട്. ഈ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഊതുന്ന ഫ്രീക്വൻസി വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫ്രീക്വൻസി അതിനെക്കാളും കുറച്ചും കൂടുതലാണെങ്കിൽ നമ്മൾ ഊതിക്കഴിഞ്ഞാൽ ആ ഒരു സ്വരം കിട്ടണമെന്നില്ല. അപ്പം ആ സ്വരം കിട്ടും, പക്ഷേ അത്രയും ഹൈയിലായിരിക്കത്തില്ല അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യണം, ആ ഹോളിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടി കൊടുക്കണം. ഇതൊക്കെ ഞാൻ ഇത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. ഒരുപാട് വലുതുമാക്കരുത് കേട്ടോ. ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ അടുത്ത സ്വരത്തിലോട്ട് കയറും, അടുത്ത ഇതിലോട്ട് പോകും. അങ്ങനെ ചെയ്യരുത്. ആ ഒരു മിഡിലിൽ തന്നെ നിൽക്കുന്ന രീതിയിലേ ആക്കാവുള്ളൂ പോകും, അതിൽ കൂടാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഫ്ലൂട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലൂട്ട് ഉണ്ടാക്കാനും പറ്റും. നമുക്കൊരു ഫ്ലൂട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. ഒരു ഫ്ലൂട്ട് ഏത് സൈസാണ് വരുന്നതാണോ ഓരോ ഫ്ലൂട്ടും ചെയ്യുന്നതിന് ഓരോ സൈസുണ്ട്. ഇപ്പോൾ സിയുടെ ഫ്ലൂട്ടും അല്ലെങ്കിൽ നമ്മൾ എയുടെ ഫ്ലൂട്ടും എടുക്കുമ്പോൾ സൈസിന് വ്യത്യാസമുണ്ട്. അപ്പം അതനുസരിച്ചുള്ള നമ്മുടെ ഈറ എടുക്കുക, അല്ലെങ്കിൽ PVC എടുക്കുക. ഫസ്റ്റ് ആദ്യം വേണ്ട ഹോൾ ഇതാണ് ഫ്ലൂട്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പം ഏകദേശം നീളമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നെറ്റിൽ നിന്നും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നീളം എത്ര എന്നുള്ളത്, ഇതിൻ്റെ ഡയമീറ്ററും കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. അത് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഫസ്റ്റ് ഏകദേശം ഒരു കാര്യം പറയുന്നത്, ഇവർ പറഞ്ഞ നീളത്തിലെടുക്കുക. ഫസ്റ്റ് ഈ ഹോൾ ഇടുക. ഇതിനൊക്കെ അളവുണ്ട് കേട്ടോ. ഈ ഒരു ഹോളിന് അളവുണ്ട്, എത്ര എന്നുള്ളതുണ്ട് ഊതുന്നതിന്. എന്നിട്ട് ഈ സൈഡ് നമുക്ക് കോർക്കോ അല്ലെങ്കിൽ റബ്ബറോ വെച്ചിട്ട് അടയ്ക്കുക. ഏകദേശം ഊതുന്ന ഹോളിൻ്റെ അവിടുന്ന് 1/2 സെൻറ്റിമീറ്റർ മുതൽ അങ്ങോട്ട് വരും വ്യത്യാസം ആ അടയ്ക്കുന്നതിൻ്റെത്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ വെച്ച് ഒട്ടിക്കരുത്, ടൈറ്റായിട്ടിരിക്കണം. എന്നിട്ട് ഊതി നോക്കണം. ഊതി നോക്കുമ്പോൾ ഏത് സ്കെയിലാണ് നമുക്ക് ഫ്ലൂട്ട് വേണ്ടത്. അപ്പോൾ അതിനെക്കാട്ടും ആ സ്കെയിലിൽ നിന്ന് കിട്ടത്തില്ല, കാരണം നമ്മൾ അളവ് കൂടുതൽ ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ആ സ്കെയിൽ എത്തുന്ന വരെ കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ട്യൂണിംഗ് ഹോൾ ഇടുന്നുണ്ടെങ്കിൽ, ട്യൂണിംഗ് ഹോൾ അറിയാമല്ലോ, സൈഡിൽ ഒരു ഹോൾ വരും, അത് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ട്യൂണിംഗ് ഹോൾ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഇത്രയും കട്ട് ചെയ്യാൻ പാടില്ല, കുറച്ചും കൂടെ നീളത്തിൽ ഇട്ട് വേണം കട്ട് ചെയ്യാൻ. ട്യൂണിംഗ് ഹോൾ ഇടുമ്പോൾ വേണം. ഇപ്പോൾ സിയുടെ ഫ്ലൂട്ടാന്ന് ചോദിച്ചു, ഇവിടം വരെ കട്ട് ചെയ്യുന്ന വരെ C എന്നുള്ള സൗണ്ട് കേൾക്കരുത്.
അതിനപ്പുറത്തുള്ള ആ ഒരു സ്വരമായിരിക്കണം കേൾക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ട്യൂണിംഗ് ഹോളാണ് ഫസ്റ്റ് ഇടുന്നത്. ഇവിടുത്തെ ഹോളുകളിൽ ഫസ്റ്റ് ഇടുന്നത് ട്യൂണിംഗ് ഹോളാണ്. അപ്പോൾ ട്യൂണിംഗ് ഹോൾ ഇടുമ്പോൾ സി എന്നുള്ള സൗണ്ട് കറക്റ്റ് കിട്ടണം. ആ ട്യൂണിംഗ് ഹോൾ പറയുന്നത് ചെറിയ ഹോളാണ്, അതിടുമ്പോൾ സി എന്നുള്ള സൗണ്ട് നിങ്ങൾക്ക് കിട്ടണം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ഹോള്, നമ്മൾ പാ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ഹോള്, ഈ ഒരു ഹോള് ഇടണം. അപ്പോൾ നമ്മൾ ദാ പിടിക്കുമ്പോൾ ഏത് സൗണ്ടാണോ കേൾക്കുന്നത് മനസ്സിലായി. ഈ ഹോൾ ഇട്ടതിന് ശേഷം ഊതി നോക്കുമ്പോൾ ദാ പിടിക്കുമ്പോൾ ഏത് സൗണ്ടാണ് കിട്ടേണ്ടത്, അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള ഹോൾ അതനുസരിച്ച് ഇങ്ങോട്ട് ഇട്ട് വരാം. അല്ലാതെ ഇവിടെ നല്ല ഹോൾ ഇട്ട് പോകുന്നത്, എല്ലാവരും ഒരളവെടുത്തിട്ട് ഇവിടുന്ന് ഹോൾ ഇട്ടിട്ട് പോകും, അത് തെറ്റാണ്. ഇവിടുന്ന് ഹോൾ ഇട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത്. ഇവിടുന്ന് ഹോൾ ഇട്ടിട്ട് അതിൻ്റെ വലിപ്പം കൂട്ടിയും കുറച്ചും വരുന്നത്. അപ്പം ഹോളിന് അകല വ്യത്യാസമുണ്ട്, ഹോളിൻ്റെ അളവിനും വ്യത്യാസമുണ്ട്, വലുതും ചെറുതും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് GPT ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് കിട്ടും തോന്നി കറക്റ്റ് അളവ്. കുറച്ച് ഫ്ലൂട്ട് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലതൊക്കെ അങ്ങ് നല്ലതായി പോകും. കാരണം ഈ ഇടുന്ന അളവ് വലുതായി കഴിഞ്ഞാൽ പോയി തെറ്റായിപ്പോൾ ഊതുമ്പോൾ സൗണ്ട് കറക്റ്റ് ആകത്തില്ല. നമ്മളന്ന് കഴിഞ്ഞ ഇതേ വീഡിയോത്തിൽ ഫ്ലൂട്ട് മേടിച്ചിട്ട് ഊതുമ്പോൾ സരിക്കുമ്പോൾ വായിക്കുമ്പോൾ കിട്ടുന്നില്ല. ലോക്കൽ ഫ്ലൂട്ടാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ സ്വരങ്ങൾ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇത് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. വേറൊരു കാര്യമാണ് പറയാനുള്ളത്, ഈ ഫ്ലൂട്ട് നമ്മൾ ലോക്കൽ ഫ്ലൂട്ട് മേടിക്കുമ്പോൾ നമ്മൾ ഊതുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഹോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് ഒരു ചെറിയൊരു ചരിവ് ഉണ്ടാക്കി കൊടുക്കണം. കറക്റ്റ് ഇച്ചിരി കണത്തിലായിരിക്കും ഇരിക്കുന്നത്. ലോക്കലിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. അത് നമ്മൾ ഇച്ചിരി ചരിച്ച് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശബ്ദം കുറച്ചും കൂടെ കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, അവരത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ഉരച്ച് കൊടുക്കണം. PVC-ക്കകത്തൊന്നും അങ്ങനെ ചെയ്യേണ്ട, അവർ ചെയ്താണ് വരുന്നത്. ഓടക്കുള്ളിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പം നല്ല ബ്രാൻഡഡ് ഫ്ലൂട്ടാണ് മേടിക്കുന്നെങ്കിൽ അതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, അവരത് ചെയ്ത് വെച്ചേക്കും. ലോക്കലിനകത്ത് അവർ ചെയ്തില്ല, അവർ ഊതി ഈ പറഞ്ഞ പോലെ ട്യൂണർ വെച്ച് നോക്കും. ഏകദേശം ഒന്ന് കറക്റ്റ് ആണെങ്കിൽ തന്നെ അവർ ഇനിയിപ്പോൾ അല്ലെങ്കിലും അവർ പാക്ക് ചെയ്ത് വിടും, അവർക്ക് കച്ചവടമാണ്. അപ്പോൾ അത് നോക്കുക. അപ്പം നിങ്ങൾ ഊതുമ്പം സ്വരങ്ങൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കണം. ഞാൻ സി മുതലാണ് പിടിക്കുന്നത്, ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടാണ്. കർണാട്ടിക് പിടിക്കുമ്പോൾ വ്യത്യാസമുണ്ട്, അത് 2 ഫിംഗർ പിടിക്കേണ്ടതാണ്. അവർക്കിപ്പം സിയുടെ ഫ്ലൂട്ട് വേണമെങ്കിൽ 2 ഫിംഗർ പിടിക്കുമ്പോൾ സിയുടെ ഫ്ലൂട്ടാണ് അവർ മേടിക്കേണ്ടത്. സിയുടെ ഫ്ലൂട്ട് അവർക്ക് വേണമെങ്കിൽ. നമ്മുടെ 3 ഫിംഗർ പിടിക്കുമ്പോൾ സി കിട്ടുന്ന ഫ്ലൂട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ഫിംഗർ പിടിക്കുമ്പോൾ 3 ഫിംഗർ അടച്ച് പിടിക്കുമ്പോൾ നമുക്ക് സി കിട്ടണം. ഡിയുടെ ഫ്ലൂട്ടാണെങ്കിൽ 3 ഫിംഗർ അടയ്ക്കുമ്പോൾ ഡി കിട്ടണം. ഇ ആണെങ്കിൽ 3 ഫിംഗർ അടയ്ക്കുമ്പോൾ ഡി കിട്ടണം. ഇങ്ങനെയാണ് ഫ്ലൂട്ട് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് മുതൽ ശ്രദ്ധിച്ചോ, സാ മുതൽ ശ്രദ്ധിച്ചോണോ. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൗണ്ട് അതിൻ്റെ ഫ്രീക്വൻസി കുറവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്തുള്ള ഹോൾ വേണം വലുതാക്കാൻ. മനസ്സിലായല്ലോ. ഇപ്പം സി കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി 3 ഫിംഗർ അടിക്കുമ്പോൾ സി കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഹോളിൻ്റെ വലിപ്പം വേണം കൂട്ടാൻ. ഈ വലിപ്പം കൂട്ടരുത്. തൊട്ടടുത്ത് കിടക്കുന്നത് 3 ഫിംഗർ അടച്ചിട്ട് 4ാമത്തെ ഫിംഗറിൻ്റെ ഹോളിൻ്റെ വലിപ്പം കൂട്ടുമ്പോഴാണ് സി കറക്റ്റായിട്ട് കിട്ടുന്നത്. എന്തുകൊണ്ട് ഉള്ള വലിപ്പം ആദ്യമേ കൂട്ടരുത്, ആപ്ലിക്കേഷൻ വെച്ച് തന്നെ നോക്കണം. കാരണം ഞാൻ ഊന്ന ഫ്രീക്വൻസി അല്ല നിങ്ങൾ ഊന്ന വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് താഴ്മയായിരിക്കും ഇരിക്കുന്നത്, നിങ്ങളുടെ അത്രയും ഇതിലായിരിക്കും ഊന്നത്. അപ്പോൾ ഫ്രീക്വൻസി ലെവൽ താഴെയായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൂട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാനും പറ്റും. ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇഷ്ടമുള്ള ഫ്ലൂട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇന്നർ ഡയമീറ്റർ അറിഞ്ഞിരിക്കണം, ഇതിനെത്ര വലിപ്പം വരുമെന്ന് അറിഞ്ഞിരിക്കണം ഫ്ലൂട്ടിന്. ഓക്കെ, ഫ്ലൂട്ടിൻ്റെ വലിപ്പം, ഫ്ലൂട്ടിൻ്റെ നീളം, ഹോളിൻ്റെ ഓരോ ഹോളിൻ്റെ അളവുകൾ, ഇതിൻ്റെ ഡിസ്റ്റൻസ് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണ്. അല്ല എവിടെയെങ്കിലും കൊണ്ട് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്ലൂട്ട് ആകത്തില്ല. കറക്റ്റ് ഡിസ്റ്റൻസ് മനസ്സിലാക്കിയിരിക്കണം. ട്യൂണിംഗ് ഹോൾ ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ടേ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലൂട്ടിന് തന്നെ ഒരു കോപ്പി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം എൻ്റെ ഈ നീയുടെ ഫ്ലൂട്ടാണ്, PVC ആണ്. ഇതിൻ്റെ തന്നെ സെയിം ഒരു കോപ്പി എനിക്ക് ഇതേ അളവിന് ചെയ്യാൻ പറ്റും. ഇതേപോലെ ട്യൂണർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ട്യൂൺ ചെയ്തിട്ട് നീളമൊക്കെ ഇതേപോലെ എടുത്തിട്ട് ഹോൾ ഇട്ടിട്ട്, ചെറിയ ഹോളായിരിക്കും നമ്മൾ ആദ്യം എടുത്തത്, എന്നിട്ട് ട്യൂണർ വെച്ചിട്ട് ഹോളിൻ്റെ വലിപ്പം കൂട്ടി ആ ഒരു ഇതിലെത്തിക്കുക. എന്നിട്ട് അടുത്തടുത്ത ഹോളുകൾ ഇട്ടിട്ട് പോകും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനാണ് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത്. പ്ലേ സ്റ്റോറിൽ കിട്ടും, സംഭവം ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഫ്രീ ആയിട്ട് നമുക്ക് ട്യൂണിങ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിലിട്ട ഫ്ലൂട്ടിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നിന്ന് എനിക്കൊരു 4 ഫ്ലൂട്ട് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡാമേജോ ഒന്നുമില്ല.
കുറച്ച് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പേപ്പറൊക്കെ കിട്ടുന്ന അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി എടുത്തു. 380 രൂപയ്ക്ക് 6 ഫ്ലൂട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മേടിച്ചാൽ മതി, ഞാൻ നിർബന്ധിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല 150 രൂപയ്ക്ക് ഞാനൊരു ഫ്ലൂട്ട് മേടിച്ചത് അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പോളിഷൊക്കെ ചെയ്ത് അതിൻ്റെ ത്രെഡൊക്കെ മാറ്റി ഞാൻ തന്നെ നൂല് ചുറ്റുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതെങ്ങനെ നൂല് ചുറ്റേണ്ടതെന്നുള്ളത്. ഓക്കെ, നൈലോണിൻ്റെ നൂല് മേടിക്കാൻ കിട്ടും, അത് മേടിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലോക്കൽ നൂല് കിട്ടും, അത് മേടിച്ചിട്ട് നമുക്ക് തന്നെ ചുറ്റാൻ പറ്റും. പോളിഷ് ചെയ്യണം, ക്ലീൻ ആക്കി വെക്കണം. നിങ്ങൾ ഊതുമ്പോൾ എന്തായാലും ഇതിനകത്ത് തുപ്പലിറങ്ങും. അപ്പോൾ അത് ഒരു ലെവലുള്ളൊരു കമ്പോ അല്ലെങ്കിൽ കമ്പിക്കകത്തോ നമ്മുടെ പഞ്ഞി എടുത്തിട്ട് ചുറ്റണം. എന്നിട്ട് നൂല് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ചുറ്റിയിട്ട് ഇതിനാവശ്യം നല്ല ക്ലീൻ ചെയ്യണം. പൊടിയും നമ്മുടെ ഈ തുപ്പലും ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ PVC പ്രശ്നം വരത്തില്ല, മറ്റേത് പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.